പ്രേക്ഷകർക്ക് നമസ്കാരം. രണ്ട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടിക്കാർ പറയുന്ന രണ്ട് വീഡിയോ ആണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒന്നാം തരം പാർട്ടി അടിമയായിട്ടുള്ള അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാം. ചിരിച്ച് മണ്ണ് തിന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കൂ. കേരളത്തിൽ വളരെ പെട്ടെന്നൊന്നും ഇടതുപക്ഷം തകർന്നങ്ങ് തരിപ്പണായി പോല എന്നുള്ളത്. കാരണം ഇത്തരം ഒരുപാട് പാർട്ടി അടിമകൾ കേരളത്തിലുണ്ട്, ഒരു യാഥാർത്ഥ്യം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ അധികാരം നഷ്ടപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ BJP അധികാരത്തിലെത്തും എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടിക്കാരൻ പറയുന്നത് കേൾക്കുമ്പോൾ സകല മലയാളികൾക്കും തിരിച്ചറിയാൻ സാധിക്കും. അത്തരം രണ്ട് വീഡിയോകളാണ്. ഇതൊക്കെ ഉദാഹരണം മാത്രമാണ്. ഇത്തരം ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പാർട്ടി അടിമയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ചുള്ള ഒരു വീക്ഷണം നിങ്ങളത് കേട്ടു നോക്കൂ. ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മളെ കുടുംബത്തിന് 40 പേരുണ്ട്. 40 പേര് കമ്മ്യൂണിസ്റ്റ്, ആണും പെണ്ണും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. സമരം ചെയ്യാൻ മെടുക്കന്മാരാരാണ് എന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾ കോൺഗ്രസ് BJP എല്ലാരും ഉണ്ട്. സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് ഇടതുപക്ഷം. കമ്പ്യൂട്ടർ വികസനം വരുമ്പോഴും ഇടതുപക്ഷമാണ് ആദ്യമായിട്ട് സമരം ചെയ്തത്. പറയുമ്പോ എല്ലാം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഈ കമ്പ്യൂട്ടർ വികസനം വരുമ്പോ പറഞ്ഞ് സമരം ചെയ്ത് ഏറ്റവും കൂടുതൽ ചെയ്ത് ഇടതുപക്ഷമാണ്. ഇന്ന് ഉപയോഗപ്പെടുന്നതും ഈ കമ്പ്യൂട്ടറാണ്. ഈ 10 ദിവസം ചെയ്യേണ്ട ജോലി ഒരു ദിവസം കൊണ്ട് തീരെയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ്? കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കില്ല എന്നാണ് പ്രതിപക്ഷം മറ്റു കക്ഷികൾ പരിഷ്കരിക്കപ്പെടുന്ന സിദ്ധാന്തം. ഞാൻ ചോദിക്കണ ചോദ്യം, ഈ 10 കൊല്ലം ഭരിച്ചതിൽ എന്താണ് നഷ്ടം? വായ്പ എടുത്തിട്ടാണെങ്കിൽ പോലും ജനങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ഇപ്പോഴത്തെ കണക്കിന് ഒരു മീഡിയം ലെവലിൽ പോകുന്നുണ്ട്. മന്ത്രിയുടെ അമേരിക്കയിൽ പോണ ചികിത്സയ്ക്ക് അയാൾക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് പോകാനുള്ള നിയമമുണ്ട്. പക്ഷേ നമ്മളിവിടുത്തെ യുവാക്കൾ എന്തുകൊണ്ട് പുറത്തോട്ട് പോകും? അർഹത ഇപ്പൊ നിങ്ങളായിരിക്കട്ടെ, നിങ്ങൾ അർഹതയായ പഠിത്തം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോകുന്നത്. ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യമൊക്കെ ഉണ്ട്. സാഹചര്യം ഇപ്പൊ മെഡിക്കൽ കോളേജ് ആശ്രയിക്കാത്ത സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൊടുക്കാനുള്ളത് കൊടുത്താലേ കിട്ടുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് കേരളത്തിലെ ശരാശരി ഒരു പാർട്ടി അടിമ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് വലിയ യാഥാർത്ഥ്യത്തിലല്ലേ, ഗൗരവത്തിലല്ലേ അദ്ദേഹം പറയുന്നത് പോലും. സമരത്തെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. സമരം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആരാണ്? അത് ഞങ്ങളാണ്. അതൊക്കെ വലിയ ക്രെഡിറ്റ്. ഈ സമരം ചെയ്യുന്ന എന്തിനാ? സമരമൊക്കെ ചെയ്ത് അധികാരത്തിലൊക്കെ എത്തുമ്പോ എന്തിനാണോ സമരം ചെയ്തത് അത് ജനങ്ങൾക്ക് അതല്ല അത് പാർട്ടിക്കാർ അംഗീകരിക്കല്. സമരം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇദ്ദേഹം മാത്രമാണോ ഇങ്ങനെയുള്ളത്? നമ്മുടെ ക്യാമ്പസ് ഇന്നും നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. കുട്ടി കമ്മികൾ എന്താ ചെയ്തു വെക്കുന്നത്? പഠിക്കുക, പോരാടുക. എന്ത് പോരാട്ടോ? എന്ത് പോരാടാനാണോ ക്യാമ്പസിലേക്ക് പഠിക്കാൻ പോകുന്നത്? എന്ത് പോരാട്ടത്തെ കുറിച്ച് ഈ ഇടതുപക്ഷത്തെ സകല കുട്ടി കമ്മികളും നിരന്തരം വിളിച്ചു പറയുന്നത്? ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ നിലവിലെ ക്യാമ്പസുകളിൽ പുതിയ തലമുറ പോലും ആ മുദ്രാവാക്യൊക്കെ പൊക്കി പിടിച്ചെടുക്കുന്നത്. ഈ കമ്മീസം നമ്മുടെ കേരളത്തിൽ നന്നായിട്ടുണ്ട്. സമരത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ അത് കഴിഞ്ഞ് ചോദിച്ചത് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ആരോഗ്യവുമായി അത് പിണറായിക്ക് പ്രോട്ടോകോൾ ഉണ്ട്, പോയിട്ട് വരാമെന്ന്. ഇതാണ് ഇവിടെയുള്ള ഓരോ പാർട്ടി അടിമയും അടിയുറച്ച് വിശ്വസിക്കുന്നത്. ലേശം പകതിരി വെച്ച് വിവേകമുള്ള മലയാളി എന്താ ചിന്തിക്കുക? നമ്പർ 1 കേരളത്തില്, നമ്പർ 1 ആരോഗ്യ കേരളമുള്ള സ്ഥലത്ത് ആ നമ്പർ 1 എന്ന് പറയുന്ന ആള് തന്നെ അമേരിക്കയിലേക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ അമേരിക്കയിലേക്ക് അവര് പറയുന്ന മുദ്രാവാക്യ, എന്നിട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ ചികിത്സിക്കാൻ പോകുന്നത് ഒരു പ്രശ്നം. അതൊക്കെ പ്രോട്ടോകോൾ. ഇതാണ് ഇവിടുത്തെ ഓരോ പാർട്ടി അടിമകളും കരുതി മുന്നോട്ട് വന്ന്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? ജോലിക്ക് പുറത്ത്, അതിന് എല്ലാത്തിനും കാരണങ്ങളുണ്ട്. എല്ലാത്തിനും ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം കാലം പാർട്ടി പെട്ടെന്നൊന്നും തകർന്നങ്ങ് തരിപ്പണാവൂല. ബംഗാളിലെ പോലെ അങ്ങ് തകരൂല. പക്ഷേ പാർട്ടിയുടെ ഭരണവും സകല അധികാരമൊക്കെ പോവാൻ മാത്രം കുറച്ച് വിവരമൊക്കെയുള്ള പാർട്ടിക്കാരും ഈ ഇടതുപക്ഷത്ത് തന്നെയുണ്ട്. അത്തരം ഒരു പാർട്ടിക്കാരൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 2000 പേർക്ക് വീട് വെക്കാനുള്ള അതിനു വേണ്ടിയുള്ള ഒരു ആദ്യ ഗഡു വിതരണം ചെയ്തു. അതൊരു പുതിയ ഭരണസമിതി വന്നു. അതുപോലെ തന്നെ BJPന്റെ പ്രതിനിധിയാണെങ്കിലും കുറച്ച് ഒരു ജനകീയനാണ്. ആ ഒരു രൂപയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്.
ഇവിടെ ഒരു അന്ധമായ രാഷ്ട്രീയം പറയില്ല, അർത്ഥമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതിപ്പം കേന്ദ്രത്തിലില്ലേ, കേന്ദ്രത്തിന് നേരെ വിരുദ്ധനായിട്ടാണ് ഞാൻ, എൻ്റെ പാർട്ടിയും ഞാനല്ല, ഞാൻ BJP പാർട്ടി. പക്ഷേ കേന്ദ്രത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മറക്കാൻ പറ്റൂല. എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പ്. അതുപോലെ നല്ലത് വരുമ്പോൾ ജനങ്ങൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഒരു അഴിമതി വരുന്നുണ്ടോ? പിന്നെ മോദിജിന്റെ ഒരൊറ്റ ശക്തി മാത്രമാണത്. മോദി എന്ന് പറയുന്ന ഒരു പവർഫുൾ ലീഡർ ആണോ? പിന്നെന്താ സംശയം എന്തായാലും? ഇന്ത്യ കണ്ട ഇന്ദിരാഗാന്ധി, അതുപോലെ നെഹ്റു ഉള്ളപ്പോൾ ഞാൻ ചെറിയതാണ്, ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഞാൻ യുവാവാണ്. അതിലല്ലോ എത്ര ഭേദാണിത്. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. ആള് കൊള്ളാം. ഡെവലപ്മെന്റ് ആണ് മെയിൻ. ഡെവലപ്മെന്റും ജനങ്ങളെ സൗകര്യവും ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം. വികസിക്കാതെ ഒരു രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്നാണെങ്കിൽ അവർ പിന്നെ കാണില്ല. അതാണ് ഇനി അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ കേരളത്തിൽ ഉണ്ടാവും. ഉണ്ടാവുന്ന ലീഡർമാർ വരട്ടെ, വരട്ടെ, നല്ലത് വരട്ടെ, കേരളത്തിൽ നല്ലത് വരട്ടെ. നിങ്ങൾ കേട്ടില്ലേ? ഇത്തരം പാർട്ടിക്കാരും നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുണ്ട്. അത് കോൺഗ്രസിലാണെങ്കിലും ഇടതുപക്ഷത്താണെങ്കിലും വലിയ രീതിയിൽ മോദി രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് 24 മണിക്കൂറും പണിയെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഒരുപാട് കോൺഗ്രസ്സുകാര്, ഒരുപാട് ഇടതുപക്ഷത്തെ ആളുകളുണ്ട്. അതേസമയം കോൺഗ്രസിലും അടിമകളുണ്ട്, ഇടതുപക്ഷത്തും അടിമകളുണ്ട്. അവരടിമകളായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും അബദ്ധവശാൽ സ്വന്തം നേരെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം പാർട്ടി അടിമകളായിട്ടുള്ള ആളുകൾക്ക് ബോധം വെക്കാറുള്ളത്. നമ്മൾ ഈ 2 ഉദാഹരണങ്ങളും എടുത്ത് മുന്നോട്ട് വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന വികസനം, 2000 പേർക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തതുൾപ്പെടെ നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും വലിയ രീതിയിൽ സാധാരണക്കാര് ചർച്ച ചെയ്ത് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു തെളിവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കുറച്ച് മുമ്പേയൊക്കെ വരെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ നരേന്ദ്രമോദിയുടെ വികസനങ്ങളെ കുറിച്ചോ BJP എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ആരും ഇവിടെ മിണ്ടൂല. ഇപ്പോഴും അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയില്, ഓൺലൈൻ ചാനലുകള് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്, BJP എന്താണ് ചെയ്യുന്നത് എന്ന് നിരന്തരം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മലയാളികൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികൾ BJP എന്താണ് അവർ ഉയർത്തിപ്പിടുക, അത് തിരുവനന്തപുരം നഗരസഭയാണെങ്കിലും അത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിലും ഇതൊക്കെ തന്നെ BJP ഉയർത്തിപ്പിടിക്കുന്നത് വികസനമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ ഒരു കൃത്യമായ ഒരു റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.